ഹായ്, എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ടോണർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോണർ വന്നിട്ട് മെയിൻലി ഫോർ സെൻസിറ്റീവ് സ്കിൻ ടോണിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ഓൾ സ്കിൻ ടൈമിന് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മെയിൻലി ടോണർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു ഈർപ്പം അതങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ഓൾസോ നമ്മുടെ പോൾസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെപ്പാട് ആവശ്യമുള്ളത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അതിലത്തെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണതുളസിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റോസാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആക്നെ പ്രോൺ സ്കിൻകാർക്കൊക്കെ നമ്മുടെ എന്താ പറയുക കുരുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ തുളസി എന്ന് പറയുന്നത്. ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നാണ് ഈ ഒരു തുളസി എന്ന് പറയുന്നത്. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് കാം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സൂതം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന ആ ഒരു പഫിനെസ് ഇല്ലേ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഏജിങ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടും ഓൾ ഓവർ എന്താ പറയുക നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ഉണ്ട്. നമ്മൾ സോപ്പ് അതുപോലെ തന്നെ അങ്ങനത്തെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ pH ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തെറ്റി മാറിപ്പോവും. അപ്പോൾ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ടോണേഴ്സ് യൂസ് ചെയ്യുന്നത് സൂപ്പറായിരിക്കും. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ടോണേഴ്സ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. തുളസിയുടെ തന്നെ ഒരു ടോണർ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ ഇത് വന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് മെയിൻലി നമ്മുടെ ഈ ഒരു വിൻ്റർ സീസണിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക വലിച്ചിലും അതുപോലെ തന്നെ ഡ്രൈയിങ്ങും ഓരോ എന്താ പറയുക നമ്മൾ വിചാരിക്കാത്ത പോർഷനിലൊക്കെയും വലിച്ചിലൊക്കെ വരിക. അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഈ ഒരു വിൻ്റർ സീസണിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു സീസണിൽ ഈ ഒരു ടോണർ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ രീതിയിൽ മജന്ത കളറിലുള്ള റോസില്ലേ വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് ആ റോസാണ്. പിന്നെ ഒരു ഇളം റോസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഓരോ എന്താ പറയുക ഈ ഒരു 10 ml ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ കോൺസെൻട്രേറ്റഡ് ടോണറായിട്ട് കിട്ടുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു 10 റോസ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആകെ 10 ml കിട്ടുള്ളൂ. അത്രയും കുറവാണ് കിട്ടുള്ളൂ. അതിൻ്റെ പ്യുവറായിട്ടുള്ള ആ ഒരു സംഭവം 10 ml ആണ്. 10 ml എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു പിടി മാത്രമാണ് തുളസി ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര 1:1 റേഷ്യോയിൽ അങ്ങനെ ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇത് വന്നിട്ട് ഞാൻ ആ ഒരു ഇളം കളറിലുള്ള റോസും കൂടി ഇട്ട കാരണം കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറായിട്ട് മാറിയത്. എന്നിട്ട് ഇതിൻ്റെ ഈ തെറ്റത്തുള്ള ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇത് ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രം വന്നിട്ട് ഡെവറയോ പോണിയോ അല്ലെങ്കിൽ വാൽപാത്രം അങ്ങനത്തെ എന്തെങ്കിലും ഒരു വൈഡായിട്ടുള്ളൊരു പാത്രം എടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ തന്നെ പരന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഇച്ചിരി കുണ്ടുള്ള പാത്രം വെക്കുക. ചില്ലിൻ്റെ വെക്കുക അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. ഇച്ചിരി താഴെ വശം ഇത്തിരി പരന്നിരിക്കണം. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളം 1/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് കിട്ടണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതലും വെള്ളത്തിൻ്റെ ആവിയായിരിക്കും കൂടുതൽ വരിക. അത് കാരണം കൊണ്ടാണ് വെള്ളം വളരെ കുറവ് ഒഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇത് സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. സിമ്മിലിടുമ്പോൾ ഒരു 10-20 മിനിറ്റെങ്കിലും എടുക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ വെക്കുന്ന ഈ ഒരു പാത്രം ഉണ്ടല്ലോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രം വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മേലെ കറക്റ്റ് അടഞ്ഞു പോകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതിൽ അതിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവി പോവില്ല. ആവി പോവാതെ വെക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ചില്ലിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് ചെറിയൊരു കുണ്ട് പോലെയുള്ളൊരു പാത്രമാണ്. മീൻസ് കുഴിഞ്ഞിട്ട് സെൻറ്ററിൽ ഇങ്ങനെ കുഴിഞ്ഞിട്ട് കയറുള്ളൊരു പാത്രമാണ്. അപ്പം വന്നിട്ട് കണ്ടോ ആ ആവിയൊക്കെ വന്നിട്ട് ആ നടുക്കിലേക്ക് ഇങ്ങനെ ഉറ്റിട്ട് വീഴുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ ഇതിനൊരു 10-20 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പം ഇതാണ് പ്യുവറായിട്ട് നമ്മളിങ്ങനെ ടോണറായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത്. ഇതിന് ഇത്രയും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 റോസ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും 10 ml കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതൊരു റോസ് ഹിപ്പിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ ആക്കി വെച്ചത്. ഇത് വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് പുറത്ത് വെച്ചാൽ മതി. മറ്റേപാട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സാധാരണ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോവും. ഇത് വന്നിട്ട് കുറേ നാൾ നാശമാവാതിരിക്കും. കണ്ടോ ഇതിൻ്റെ കളർ വന്നിട്ട് സാധാ വെള്ളം പോലെ തന്നെയാണ്.
പിന്നെ നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു നീറ്റൽ പോലെ ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെ ഉണ്ടാവും. അത് ആക്ച്വലി പ്യുവർ ടോണർ ആകുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് പാക്കിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തന്നെ ടോണറായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഫേസ് മിസ്റ്റൊക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സൂപ്പറായിട്ടുള്ളൊരു ടോണറാണ്. ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ടോണർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ടോൺ ചെയ്യാം. അതൊന്ന് ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ആക്കി വെച്ചാൽ മതി. സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക, തുടച്ച് കളയാതിരിക്കാതെ അങ്ങനെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഉണക്കാതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും സെറമോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ എന്തൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോണർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം ആഡ് ചെയ്യണതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്യാം. സൂപ്പറാണ്. നമ്മൾ പെട്ടെന്ന് കുരു വരുന്ന ആ ഒരു ഇതൊക്കെ ഇല്ലേ, അതൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കമൻറ്റായിട്ട് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. അതുവരെയും